സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് കർമ്മത്തിനായി പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വാക്സിനേഷൻ നൽകി. കൂത്തുപറമ്പ്, ധർമ്മടം, തലശ്ശേരി മണ്ഡലങ്ങളിൽ നിന്നും 510 പേർ വാക്സിനേഷൻ സ്വീകരിച്ചു. സാധാരണയായി തുള്ളിമരുന്നാണ് നൽകി വരുന്നത്. ഇത്തവണ നോമ്പുകാലമായതിനാൽ മരുന്ന് കുത്തിവയ്പ്പാണ് നൽകിയത്. ഹജ്ജ് തീർത്ഥാടനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ആദ്യ ബാച്ച് മെയ് 5-ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടും. കണ്ണൂർ വിമാനത്താവളത്തിൽ അനുവദിച്ച ഹജ്ജ് ഹൗസ് മെയ് 4 മുതൽ സേവനങ്ങൾ നൽകി തുടങ്ങും. ഇത്തവണ വാക്സിനേഷൻ സ്വീകരിച്ചവരിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള 110 പേരുണ്ട്. തലശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ വാക്സിനേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാക്സിനേഷൻ പ്രക്രിയകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി സഹായിക്കാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം OB ജാഫർ, ജില്ലയിലെ ട്രെയിനർമാരായ നിസാർ അതിരകം, സമീർ പിണറായി, വനിതാ വിങ് ചുമതലയുള്ള EK സൗദ, ഷാഹിന സലാം, മുജ്തബ പുന്നോൽ, നിസാർ പടിപ്പുരക്കൽ എന്നിവർ ജനറൽ ആശുപത്രിയിലെത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകി. 3 മണ്ഡലങ്ങളിലെ ഹജ്ജാജിമാർക്കാണ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വാക്സിനേഷൻ നൽകുന്നതെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം OB ജാഫർ പറഞ്ഞു. ഈ 510ഓളം ആളുകളാണ് ഈ 3 നിയോജക മണ്ഡലത്തിൽ നിന്ന് വാക്സിനേഷൻ സ്വീകരിക്കുന്നത്. അതിൽ 110 പേര് 65 വയസ്സിന് മുകളിലുള്ളവരാണ്. അവർ വാക്സിനേഷൻ ഇന്ന് പൂർത്തീകരിക്കും. മറ്റന്നാൾ പയ്യന്നൂരിലെ വാക്സിനേഷനോടുകൂടി ഈ ജില്ലയിലെ മുഴുവൻ രാജ്യമാർക്കും വാക്സിനേഷൻ്റെ പരിപാടികൾ പൂർത്തീകരിക്കപ്പെടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് 3ാം ഘട്ട ക്ലാസ്സും നടക്കും. മെയ് 5-ാം തീയതിയാണ് ആദ്യത്തെ ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. മെയ് 5-ന് രാത്രി കണ്ണൂരിൽ നിന്നും ആദ്യത്തെ വിമാനം പുറപ്പെടും. അവസാനത്തെ വിമാനം 14-ാം തീയതിയാണ് പുറപ്പെടുന്നത്. ഇതിൽ കണ്ണൂരിൽ നിന്നുള്ള 2700ഓളം വരുന്ന ഹജ്ജാജിമാർ പൂർണ്ണമായും യാത്ര പുറപ്പെടും. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹജ്ജാജിമാർക്കുള്ള സേവനം ആയി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് നിയോഗിതരായ വളണ്ടിയർമാരുണ്ട്, അതുപോലെ തന്നെ ട്രെയിനർമാരുണ്ട്. ഈ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഈ ജില്ലയിലുടനീളം നടത്തിയ വാക്സിനേഷൻ ക്യാമ്പുകളിൽ വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിനോടുള്ള നന്ദി കൂടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തി. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം 510 ഹജ്ജാജിമാർക്ക് വാക്സിനേഷൻ നൽകുന്നുണ്ട്. 5 കൗണ്ടർ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് RMO ഡോക്ടർ ഷിജി പറഞ്ഞു. ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം 500-ലധികം ആളുകൾക്ക് വേണ്ടിയിട്ട് 5 കൗണ്ടറിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർദ്ദേശിച്ച് വാക്സിനുകൾ കൊടുക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും DMO വന്നതിൻ്റെ വിവിധ ബ്ലോക്കുകൾക്ക് വേണ്ടിയിട്ട് നടത്തി വരുന്നത്.